20 വർഷത്തോളം മെക്കാനിക്കായിട്ട് ജോലി ചെയ്താണ്. വണ്ടിയുടെ എല്ലാം അരച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യനാണ്. എന്ന് പറയാൻ പറ്റിയ കണ്ടീഷനിലുള്ള വാഹനം. ഏറ്റവും കൂടുതൽ ആരാധകർ ഹോണ്ട സിറ്റിക്ക് ഉള്ളൊരു ഷേപ്പാണ് ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. റേഞ്ച് റോവറിന്റെ ഗ്രില്ലൊക്കെ കയറ്റിട്ടുണ്ട്. ഇത് മാത്രം പഠിച്ചതിന്റെ കാരണം നമ്മളത് ഇതിനാരും കംപ്ലൈന്റ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് 43,000 കിലോമീറ്ററിന്റെ ആകെ ഓടിയിട്ടുള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വണ്ടൂർ കാസിൽ വന്നിരിക്കുകയാണ്. കിഷോറേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പാക്ട് SUV, ഹാച്ച് ബാക്ക്, സെഡാൻ എല്ലാ ടൈപ്പ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. എല്ലാം ഉണ്ട്. അതിലൊരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയാൻ കോമ്പാക്ട് SUV തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, റിനോ, ഡസ്റ്റർ, അതേപോലെ തന്നെ നിസാൻ ടെറാനോ, ഇത് മെയിൻ ആയിട്ടാണ്. ഇത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ പഴയ മഹീന്ദ്ര താറ് കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ ഒരു താറിന് പറഞ്ഞു, പഴയ താറിന് കിട്ടും. ഓക്കെ, നോക്കണേ എന്തായാലും. തീർച്ചയായിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. നിലമ്പൂരിന് അടുത്തുള്ള സ്ഥലമാണ്. നിലമ്പൂര്, പെരിന്തൽമണ്ണ, കാളികാവ് തുടങ്ങിയ എടവണ്ണ, മഞ്ചേരി നടുഭാഗമായിട്ട് വരും. ഒരു 10 മുതൽ 20 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് വരുന്നത് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്, വണ്ടൂര്. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഷോറൂമാണ്. കിഷോറേട്ടനെ പറ്റിയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് 20 വർഷത്തോളം മെക്കാനിക്കായിട്ട് ജോലി ചെയ്താണ്. വണ്ടിയുടെ എല്ലാം അരച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. ഒരുപാട് അടിപൊളി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഡസ്റ്ററാണ് ഇവിടുത്തെ ഐക്കോണിക് ബ്ലാക്ക് കളർ, അതും KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഡസ്റ്ററിന്റെ ലാസ്റ്റ് തന്നെ മുന്നത്തെ ഷേപ്പ് അല്ല? അല്ല, 2014 ന്യൂ ഷേപ്പ് ആണല്ലോ വരുന്നത്. ആ ഷേപ്പ് അല്ല, ലാസ്റ്റ് പിന്നെ വേറെ ഷേപ്പ് ഇറക്കില്ല. 2019 ലാസ്റ്റ് ഇറങ്ങിയ അതിന് മുന്നേ വരുന്ന ഷേപ്പ്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2017 മോഡൽ RX L85. 17 മോഡൽ RX L85 വരുന്ന സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടയർ വാങ്ങലൊക്കെ ഏകദേശം ഒരു പുത്തണ്ടാറ് 4 പുത്തണ്ടാറ് എന്ന് പറയാൻ പറ്റിയ കണ്ടീഷനിലുള്ള വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വണ്ടി. ഇൻഷുറൻസ് നിലവ് തീർന്നിരിക്കുകയാണ്. നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും കസ്റ്റമർക്ക്. ഇത് നമ്മൾ 6,40,000 രൂപയ്ക്ക് 2017 6,40,000 രൂപയ്ക്ക് മിഡിൽ ഓപ്ഷൻ, അതായത് RXL ആണ് ഓപ്ഷൻ വരിക. RXL ഡസ്റ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 5.25 ലോണ് കയറുമായിരിക്കും. തീർച്ചയായിട്ടും കയറും എന്തായാലും. ഓക്കെ, അപ്പോൾ ഒരു 1 lakhന്റെ ഉള്ളിലായിട്ട് കണ്ടാൽ മതി. ഒരു 90 ആ റേഞ്ച് കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു ഡീസൽ 85 മാജിക് ബ്ലാക്ക് കൂടി കളർ, നല്ല കളറാണ്. ഡസ്റ്ററാണ്. താല്പര്യമുള്ളതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ട സിറ്റി വന്നു. KL5 കോട്ടയം വണ്ടിയാണ് അല്ലേ? പറഞ്ഞോളൂ. 2014 മോഡല് ഡീസലാണ്. പറഞ്ഞോളൂ. വി ഓപ്ഷൻ റൂഫ് വരുന്നതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ വണ്ടിയാണ്. VX ZX അല്ല, ഏറ്റവും ടോപ്പില് ZX വരുന്നത് 2017 ശേഷം. ഇതിന്റെ മേലെ വരുന്ന VX ആണ്. അതെ, ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന VX ആണ്. V ആണ്, ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 1,32,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. 1,48,000 കിലോമീറ്റർ ആണ് നല്ല ഓടിയിട്ടുള്ള വണ്ടി. 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1,32,000 വരെയും കമ്പനി പ്രോപ്പർ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടികൾ. ബാക്കി സർവീസ് പുറത്താണ് ചെയ്തിട്ടുള്ളത്. ഒരു സർവീസ് പോയിട്ടുണ്ടോ? കാരണം ഇതിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നു, പുറത്തായിരുന്നു. അപ്പൊ വരുന്ന സമയത്തിൽ വർക്ക് ഒരു മെക്കാനിക്കൽ ആള് കെയർ ഓഫ് വണ്ടിയുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് നിലവിൽ വണ്ടിയിലില്ല. ടയർ വാങ്ങലൊക്കെ 90% ടയർ വാങ്ങലുണ്ട് വണ്ടിയിൽ. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള ഒരു 5-5.5 ലക്ഷം രൂപ ഇൻഷുറൻസ് വണ്ടി നിലവിൽ വണ്ടിയിലുണ്ട്. നമുക്കിതൊരു 5-30 റേഞ്ചിൽ നമുക്ക് വണ്ടി കൊടുക്കാവുന്നതാണ്. 2014 V ഓപ്ഷൻ ഡീസൽ ഹോണ്ട സിറ്റി ആണ്. ഈ ഒരു ഷേപ്പ് തന്നെ അല്ലേ? 2014 തൊട്ട് 17 വരെ ഷേപ്പ്, ഈ ഷേപ്പല്ലേ വരുന്നത് അല്ലേ? 17 വരെ. ഓക്കെ, അപ്പോ താല്പര്യമുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഷേപ്പ് മാറി വന്ന വാഹനമാണ്. ഏറ്റവും കൂടുതൽ ആരാധകർ ഹോണ്ട സിറ്റിക്ക് ഉള്ളൊരു ഷേപ്പാണ് ഷേപ്പ് എന്ന് പറയുന്നത്. അതില് നല്ല മൈലേജ് 20 above. അതെ, അതുപോലെ എഞ്ചിനും അന്യായ ലൈഫ്. ഹോണ്ട മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും. പിന്നെ കമ്പനി ചെയ്യാതെ അവിടുത്തെ ചാർജ് കൂടുന്നല്ലാതെ വണ്ടിക്ക് പണി വരില്ല. ഞങ്ങൾ പാചകം പുറത്ത് നല്ല നല്ല മെക്കാനിക്കർ പുറത്തില്ല. അല്ല, വണ്ടിക്ക് പണി വരില്ല, കുറവാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഹോണ്ടയല്ല ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും ഞാൻ ഉപയോഗിക്കുന്ന ഹോണ്ടയാണ്. നമുക്ക് ലോൺ എത്ര കയറില്ലേ?
ലോൺ നമുക്കൊരു 5 ലക്ഷത്തിന് ഒരു 4.25 നോർമൽ പ്രതീക്ഷിച്ചു. കാരണം 5.70 5.60 ഐഡിയ വരുന്ന ഇൻഷുറൻസ്. അപ്പൊ എന്തായാലും നോർമൽ നമ്മളൊരു ആ ഒരു 1 ലാഖിന്റെ അടുത്ത് 5.70 ലോൺ 50 രൂപ 60 രൂപയുടെ അടുത്ത് മുടക്കിയ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. വിറ്റാര ബ്രസ KL58 തലശ്ശേരി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഷോർട്ട് കാര്യങ്ങൾ? 2017 മോഡല് ഇസ്രഡി പ്ലസ് ആണ് ഈ വണ്ടിയിൽ ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ, ഒരു 98,000 കിലോമീറ്റർ ഓടി. അത് വെരി കമ്പനി സർവീസാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസാണ് വണ്ടി. 90 വരെ കമ്പനി പോയി. അതെ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല വണ്ടിയിൽ. ടയർ വാങ്ങൽ കേസ് 70-80% ടയർ വാങ്ങലുണ്ട്. ഓക്കെ. ഇൻഷുറൻസ് ഫ്രഷ് ഇൻഷുറൻസ് എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളായിട്ടുള്ള ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് റീപ്ലേസ്മെന്റുകളൊന്നും നിലവിൽ വണ്ടിയിലില്ല. നമ്മളിതിന് 7,70,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. 770 ആസ്കിംഗ് ആണ്. വില കൊടുക്കാം. ഓക്കെ. 2017 ZDI പ്ലസ് ഏറ്റവും ടോപ്പിന്റെ ഡീസൽ ബസ്സാ. ഒരു 17-18 റേഞ്ച് മൈലേജ് ഉണ്ടാവും. തീർച്ചയായും നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. അപ്പോ 98,000 ഓടി. അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു വെച്ചേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് എടുക്കാം. ഇത് നീറ്റാണ്, വണ്ടി നീറ്റാണ് എന്തായാലും. പിന്നെ ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. റേഞ്ച് റോവറിന്റെ ഗ്രില്ലൊക്കെ കയറ്റിട്ടുണ്ട്. ലോൺ എത്രയാണ്? നമുക്കൊരു 6.5-6.75 വരെ. അതെ, ഉള്ളിലായിട്ട്. ഓക്കെ. പോളോ KL42 രജിസ്ട്രേഷൻ, പറവൂർ രജിസ്ട്രേഷൻ പോളോ GT ആണ്. ഞാൻ വെച്ച് വെറുതെ മേടിച്ച് വെച്ചാൽ ഒറിജിനൽ GT പെട്രോൾ GT ഓട്ടോമാറ്റിക് വരുന്ന ഓരോ ഓപ്ഷനിൽ GT ഒന്നേ വരുന്നുള്ളൂ. അല്ല, അത് ലേറ്റസ്റ്റ് മോഡൽ 1 ലിറ്ററിലേക്ക് വരുന്നത് 1.2 ലിറ്ററിൽ വരുന്ന വണ്ടിയാണ്. അതിന് പവർ ഉള്ളൂ. അല്ല, ഇതിൽ തന്നെ ഡീസൽ GT ഉണ്ട് 1.6. അത് 2015 മാത്രം ഒരു 1 ഇയറിൽ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. അത് മാനുവലിൽ ഇറങ്ങിയിട്ടുള്ളത്. മാനുവലിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഒറ്റ. പിന്നെ GT പോളോ എന്ന് പറയുന്നത് ഒറിജിനൽ GT പോളോ ഇവനാ. TSI 1.2 വരുന്ന ഒറിജിനൽ GT പോളോ. ഇത് 2015 മുതൽ 16 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ 80,000 കിലോമീറ്റർ ഓടിയ 60,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് കിട്ടുന്ന വണ്ടി. ടയർ വാങ്ങലൊന്നും മോശമല്ലാത്ത ടയർ വാങ്ങലും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന നല്ലൊരു GT പോളോ. എല്ലാവർക്കും തീർത്ത് വെച്ച ഒരു വണ്ടിയാണ്. പെട്രോൾ ആണ്, വലിയ മെയിൻ്റനൻസ് വരാനില്ല. 5,70,000 രൂപയാണ് വില. പുതിയ ഇൻഷുറൻസ് ഇപ്പൊ ഒരു 10 ദിവസം മുന്നേ ഞാൻ ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫുൾ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കാനില്ല. ടയർ ഇപ്പൊ തൽക്കാലം മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലോണ് നമ്മളൊരു 4.5 നോർമൽ പ്രതീക്ഷിക്കാം. കാരണം GT പോളോ എന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റിന് ബാങ്കിൽ ലോൺ ഏകദേശം 4.5 നോർമൽ നമുക്ക് അത്രേ ഉള്ളൂ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. നിലവിൽ ഒരു ക്ലെയിം വണ്ടി. ഇപ്പൊ നല്ലൊരു കളറുമാണ് പോളോല്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളറുമാണ്. അടുത്ത റിനോയുടെ ഒരു ഹെവി ആയിട്ടാണ്. റിനോ ക്യാപ്ചർ ആണ്. KL36 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ബൈക്ക് രജിസ്ട്രേഷൻ വരുന്ന 2017 മുകളിൽ 18 രജിസ്ട്രേഷൻ വരുന്ന പ്ലാറ്റിനം ടൈപ്പ്, ടോപ്പിൽ വൈറ്റും ഡബിൾ കളർ വരുന്ന. ഇതെന്താ പറയാ, സ്റ്റാർട്ട് വരുന്ന എന്തോ ഒരു കളർ. അതെ, ഭംഗിയുള്ളവനാ. അവിടെ കിടക്കട്ടെ. സ്റ്റെപ്പ് ടയർ പുറത്തേക്ക് എടുത്തിട്ടുള്ള 55,000-60,000 ടയർ വണ്ടി ഓടിയിട്ടുള്ള ടയർ. 4 നല്ല ടയർ, സ്റ്റെപ്പിന് പുറത്തേക്ക് എടുക്കാത്ത നല്ല അടിപൊളി വണ്ടി. ഡീസൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ബട്ടർ സ്റ്റാർട്ട് വരുന്ന വാഹനം. അടിപൊളി ഒരു വണ്ടി. ഏകദേശം കസ്റ്റമർ അവകാശപ്പെടുന്നത് 20 പ്രതീക്ഷിക്കുന്നത് അയാൾ കിട്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. 20 പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരു 18 എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്ന 1 ടൺ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് ശരിക്കും. 1 ടൺ നമ്മുടെ റിനോയുടെ കംപ്ലൈന്റ് വരുന്ന ആവശ്യമില്ല. അതായത് 1 ടണ്ണിൽ കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് പറഞ്ഞാൽ എഞ്ചിൻ വരുന്ന സ്ഥലമുള്ളത് കംപ്ലൈന്റ്. പമ്പും ഇഞ്ചക്ടറും ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റുകൾ 1 ടൺ എഞ്ചിൻ വരുന്നത്. ആ 2 കാര്യങ്ങളും ഈ വണ്ടികൾക്കില്ല, ക്യാപ്ചറിന് ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് കയറി വന്നിട്ടില്ല. നമ്മളിപ്പോൾ കുറെ വണ്ടി ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഈ ഒരു വണ്ടികൾക്ക് ആ കംപ്ലൈന്റ് വരാത്തതുകൊണ്ടാണ് നമ്മൾ 1 ടൺ ഇതിൽ മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡസ്റ്റോറോ ടയറാണൊന്നും വേണ്ട നമ്മൾ പർച്ചേസ് ചെയ്യില്ല. അതാണ് ചോദിച്ചത്. ഇത് മാത്രം പർച്ചേസ് ചെയ്യാൻ കാരണം നമ്മളത് ഇതിനാരും കംപ്ലൈന്റ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെല്ലാം വ്യത്യാസമുണ്ട് വണ്ടിക്ക്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,80,000 രൂപ. 6.80 സ്വന്തമാക്കാം. ഓപ്ഷൻ ഇതിൽ ടോപ്പ് എൻഡ് തന്നെ. അതെ, ടോപ്പ് എൻഡ് വണ്ടിയാണ്. അത്രേ ഉള്ളൂ. ടയേഴ്സും അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം പുറത്ത് പോലും എടുത്തിട്ടില്ല. പിന്നെ പുതിയ അടച്ച് കൊടുക്കും. ഒരു റീപ്ലേസ്മെന്റ് ഫുൾ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. ലോൺ കൂടെ പറഞ്ഞോളൂ. ലോൺ നമുക്ക് ശരി 6 ലക്ഷം വരെ ലോൺ പ്രതീക്ഷിച്ചത്. ചിലപ്പോൾ 6 ലക്ഷം, ചിലപ്പോൾ ഫുൾ ഒരു 6.50 വരെയും കിട്ടാൻ പ്രതീക്ഷയുണ്ട് കേട്ടോ. കാരണം ഇത് ഫുൾ ലോൺ കിട്ടാന്ന് തരാന്ന് ബാങ്ക് പറയുന്നത്. പക്ഷെ നമ്മൾ അത് പറയുന്നില്ല വീഡിയോയില്. അത്രേ ഉള്ളൂ. എറ്റിയോസ് KL62 രജിസ്ട്രേഷൻ എറ്റിയോസ് ആണ്. എങ്ങനെയാ? 2013 മോഡല്. ലീവയാണ്. പെട്രോൾ ആണ് കേട്ടോ. G 2 ഫ്രഷ് ടയർ ഉണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല.
2013 മോഡല്. 13 മോഡല് കേരള വണ്ടിയല്ല? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അപാകങ്ങളൊന്നും ഇല്ലാത്ത ഒരു പെട്രോൾ എറ്റോസ് ലീവ 3,40 കൊടുക്കാം. 3,40,000 രൂപയ്ക്ക് സ്വന്തമാക്കാം കേട്ടോ. 2013 വണ്ടിയാണ്. 2 ഫ്രഷ് ഒന്നുമില്ല. ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നാച്ചുറേഷനുകളൊന്നുമില്ല. 2 ഫ്രഷ് ടയർ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്ക് ആവറേജ് ടയറുകളുണ്ട്. ബാറ്ററി പുതിയ ബാറ്ററിയാണ്. ഓക്കെ. മൈലേജ് ഒരു 15ന്റെ ഉള്ളിലായിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അല്ല, ലോണ് നമുക്കൊരു 2.25 നോർമൽ പ്രതീക്ഷിച്ചോളൂ. 2.25 വരെ കിട്ടും അല്ലേ? അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. എറ്റിയോസ് പെട്രോൾ കംപ്ലൈന്റ് പഠിക്കണ്ടല്ലോ. ലീവ. സ്വിഫ്റ്റ് വന്നു. KL 23 രജിസ്ട്രേഷൻ. സ്വിഫ്റ്റിന്റെ സെക്കൻഡ് ജനറേഷനിൽ ഇതുവരെ സെക്കൻഡ് ജനറേഷൻ 2015 മോഡല് പെട്രോൾ VXI മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത്. ശരി, വളരെ ലോ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ അല്ല, ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കാരണം ആർസി മാരാത് ആരും വണ്ടി തരാത്തതുകൊണ്ട് ജസ്റ്റ് പേര് മാറിയിട്ടുണ്ട്. 4 പുത്തൻ ടയർ വാങ്ങിച്ചിട്ടതാണ്. 10 കിലോമീറ്റർ അടുത്താണ് ഓടിയിട്ടുള്ളൂ. വണ്ടി ബോണറ്റ് വണ്ടിയിൽ മാറിയിട്ടുണ്ട്. ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അതിന് അനുബന്ധ സാധനങ്ങളൊന്നും മാറിയിട്ടില്ല. ഹെഡ്ലൈറ്റോ അത് കസ്റ്റമർ നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലത് അവര് നെങ്ങി താഴ്ന്നു പോയതാണെന്നാണ് അവർ ബോധ്യപ്പെടുത്തിയത്. എന്തായാലും ഇതിന് ബോണറ്റ് റീപ്ലേസ്മെന്റ് കമ്പനിന്ന് മാറിയതാണ്. അത് 22,000 കിലോമീറ്ററിൽ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും അനുബന്ധമായിട്ട് വേറെ ഒന്നും മാറിയിട്ടില്ല. സർവീസാണ് വണ്ടി. വേറെ അപാകമുള്ള കാര്യങ്ങൾ മെയിൻ ക്ലാസ് മാറി അല്ലെ അങ്ങനെ ഒന്നും മാറിയിട്ടില്ല. ജെന്യൂൻ കിലോമീറ്ററുമാണ്. നമുക്കിതിൽ 4,30,000 രൂപ. 2015 മോഡൽ VXI 42,000 കിലോമീറ്റർ ഓടി വണ്ടി. 430 വളരെ ലോ കിലോമീറ്റർ ഓട്ടമാണ്. നമ്മളിപ്പോ കാണിച്ച വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് 90 ഒരു 1 lakh കിലോമീറ്റർ. അത് ഡീസൽ വണ്ടി നമ്മൾ എന്തായാലും പ്രതീക്ഷ അല്ലാതെ കാണുന്നത് 90% വിശ്വസിക്കേണ്ട. ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളതാണ്. കാരണം ഇത് ഡീസൽ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് അത് ഓടാൻ വേണ്ടിയിട്ട് അവിടെ എടുക്കുള്ളൂ. അത് അത്രേ ഉള്ളൂ. പെട്രോൾ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്കാണ് അറിയാം ഞങ്ങൾക്ക് അത് ഓട്ടല്ലാത്തൊരു പെട്രോൾ മതി. അല്ലാത്ത എന്തായാലും ഓടും. കിലോമീറ്റർ ഞാൻ ഓടുന്നുണ്ട്. അതെ ഞാൻ പെട്രോൾ വെച്ചിട്ടുണ്ട്. അതെ ഇപ്പൊ CNG കയറ്റി ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. CNG നോക്കണം. അതെ. അപ്പോ അത്രേ ഉള്ളൂ. ഒരു 3.25 ലോൺ വരും. 4 ലക്ഷം രൂപ ബാങ്ക് തരാറുണ്ട് പറഞ്ഞു. അതിൽ നമ്മളെ പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളും കട്ട് ചെയ്ത് പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. മൈലേജ് ഒരു 16 വരെയൊക്കെ കണ്ടാൽ മതി. പിന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും. എല്ലാ ഷോക്ക് ഹൗസും എല്ലാം പുതിയതാ. എല്ലാം കഴിച്ചു പുതിയ കേസാ. എല്ലാം ഒരു ഭാഗം ചെയ്യാല്ല, ഇടുക്ക ഓടിക്കുക. ആ പരിപാടി ഉള്ളു. ഒരു TUV വന്നു. KL 7 എറണാകുളം വണ്ടിയാണ്. 300. ഇത് 2016 ഇയർ വരുന്നത്. T6 ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത് 65,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 65,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 65,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല ബോഡി ക്വാളിറ്റി. പ്രോപ്പർ സർവീസ് ആണെന്ന് വെച്ചാൽ ഇതൊക്കെ 40 കിലോമീറ്റർ ഒരു ജെന്യൂൻ കിലോമീറ്റർ. എത്ര ഓട്ടം? 65,000 കിലോമീറ്റർ. 40 വരെ കമ്പനി പോയിട്ടുണ്ട് വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ ആണ്. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഉള്ള, നല്ല ഇന്ത്യയിൽ എഞ്ചിൻ റൂം ഒക്കെ നല്ല വൃത്തിയുള്ള നല്ല 300 വണ്ടിയാണ്. നമുക്കിത് 490 ഇത് കൊടുക്കാം. 5 ലക്ഷത്തിന്റെ അകത്തായിട്ടില്ല. 4,90,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിലും ഒരു 4 lakhs above ലോൺ കിട്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. 4,400 വരെ ലോൺ പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 16, 17, 18 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഹ്യുണ്ടായി ക്രെറ്റ KL 2 കൊല്ലം വണ്ടി. ക്രെറ്റയുടെ പഴയ ഒരു മസ്കുലർ ഷേപ്പ് വരുന്ന വാഹനം അല്ലേ? അതെ. 2015 തൊട്ടിട്ട് 2018 വരെ വരുന്ന ഷേപ്പ് ഇതാണ് വരുന്നത്. 2017 ഇയർ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1 lakh കിലോമീറ്റർ. പ്രോപ്പർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. SX ഡീസൽ 1.6 വരുന്ന വണ്ടിയാണ്. 1.6 ഡീസൽ ആണ്. ഒരു 17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. അതെ, പ്രതീക്ഷിക്കാവും. നല്ല മൈലേജ് 16 to 17 വരെ പ്രതീക്ഷിക്കാവുന്ന. അതിനുള്ളിൽ കണ്ടാൽ മതി മൈലേജ്. അതാണ്. പക്ഷെ പവർ നല്ല പവറാണ്. യാത്രക്ക് അതേ ഫീൽ ഉണ്ടായിരിക്കും. അതെ, തീർച്ചയായും. എന്താ ചെറുവണ്ടികൾ എടുത്താൽ തന്നെ നല്ല പവറാണ്. ചെറിയ വാഹനം 1.6 അറിയുമ്പോൾ അതിന്റെ മാറ്റം കാണിക്കും. ഇത് പറയാനില്ല. അപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. സീറ്റോർ അഡീഷൻ ചെയ്തിട്ട് ടയർ ബാങ്ക് എല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടിക്ക്. നമുക്ക് ഇവനെ ഒരു 8,50,000 രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് 2017 ബ്രസ്സ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ. ഡീസൽ ആണ്. അതും S ആണ് ഓപ്ഷൻ വരുന്നത് അല്ല? SX ഓപ്ഷൻ. ഓക്കെ. ലോണ് നമുക്കൊരു 7.5, 7.25 വരെ. 7.5 നോർമൽ, 7.25 ഹൈ ക്വാളിറ്റി കസ്റ്റമർ ആണെങ്കിൽ 7.25 വരെ ബാങ്ക് കൊടുക്കാന്നാണ് ബാങ്ക് നമ്മൾ വേണ്ടത്. ഇന്നോവയാണ് എടുത്തത്. KL 10 റിയാദാണെന്ന് തോന്നുന്നു. 11 റിയാദ്.
അല്ല K10 രജിസ്ട്രേഷനിൽ റീ ആയതാണ്, ഇയർ 11 ഇയർ 11 10 റിയായതാണ്. അതെ അതെ അതെ. L10 നമ്പർ ആണ്, ഇയർ 11 മോഡലാണ്, G4 ആണ് വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. അവിടെ ഒരു ഓണർഷിപ്പ്, ഇവിടെ ഒരു ഓണർഷിപ്പ്, അങ്ങനെ ടോട്ടൽ 2 ഓണർഷിപ്പ് ആണ്. നിലവിൽ കിലോമീറ്റർ കാണുന്നത് 165 ആണ്. പാർക്കിംഗ് സെയിലാണ് വണ്ടി. പക്ഷെ കസ്റ്റമർ കണ്ടുള്ളത് ഒറിജിനൽ കിലോമീറ്റർ ആണ് അവര് പറയുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ ഉറപ്പ് പറയുന്നില്ല. ഇല്ല, കസ്റ്റമർ പറഞ്ഞ വേറെ കുഴപ്പമൊന്നും മെക്കാനിക് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഞാൻ ഓടിച്ചു, വേറെ പ്രശ്നം അതിൽ Type 4 ആക്കിയിട്ടുണ്ട് വണ്ടി. ആക്കിയിട്ടുണ്ടല്ലോ, ബാക്ക് മുന്നൊക്കെ Type 4 ആക്കിയിട്ടുണ്ട്. ഇൻഷുറൻസ് വാങ്ങാൻ ക്യാഷ് ഉണ്ട്, ഒരു 3 മാസം 4 മാസം ഇനി ഇൻഷുറൻസ് ഉണ്ട് നിലവില്. ഇത് നമുക്ക് 5,75,000 പാർട്ടി വേണമെന്ന് അവകാശപ്പെടുന്നത് ഈ വണ്ടിക്ക്. 5.25 ലക്ഷം രൂപയാണ്. 11 മോഡൽ Type 4 ആക്കി ഇങ്ങോട്ട് മാറിയ വണ്ടിയാണ്. ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു, ഒന്നും ടാക്സ് ഒന്നും നടക്കാനില്ല, മാറിക്കഴിഞ്ഞ വാഹനമാണ്. അത് മാത്രമല്ല Type 4 ആക്കി ചെയ്തിട്ടുണ്ട്. Type 4 ആക്കുന്നതിന് ശേഷം ഏറ്റവും നോർമൽ 75 രൂപയോളം, ഏറ്റവും നോർമൽ ലക്ഷം 1.25 ആവണവരൊക്കെ ഉണ്ട്. ഏകദേശം ഒരു രൂപ നമ്മൾ അതിന് പ്രതീക്ഷിക്കണം. അപ്പൊ ടാക്സ് ഒക്കെ അടച്ച് ഇങ്ങോട്ട് മാറിയ വണ്ടി 5.75 ഫൈനൽ പറയുന്നുണ്ട്. വണ്ടി എന്തായാലും കണ്ടിട്ട് നീറ്റാണ്, ഒരു കുഴപ്പമില്ല. വന്നിട്ട് കസ്റ്റമറൊക്കെ പുറത്ത് ഒന്നുമില്ല. കസ്റ്റമർക്ക് വിദേശത്ത് വരും, ബോണറ്റോട് മാറിയാലേ ഇത് ന്യൂ ഷേപ്പിലായിട്ട് ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിലവിൽ ഓരോ ഇടിയോ വരിക്കോ കട്ടിങ് വരും. അതെ 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 അതെ. അങ്ങനെ നിലവിൽ മോശമില്ലാത്ത നല്ലൊരു വണ്ടി. മേജർ ആയിട്ടുള്ള ഒരു വരിക്കില്ല. ലോണ് കയറുമല്ലേ? ലോൺ ഒരു 4 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫിനാൻസ് ഉള്ളതാണ്. ഓക്കെ, നോക്കാം. എന്തായാലും താല്പര്യമുള്ളതുകൊണ്ട് കോൺടാക്ട് ചെയ്തോളൂ. 5.25 ലക്ഷം രൂപയ്ക്ക് 2011 G4 ഇന്നോവ കേരളത്തിലോട്ട് റീ ആയതും Type 4. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോനെ ലാസ്റ്റ് ആക്കിയത് മോശമായി പോയോ? ഇല്ലല്ല, 34 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2018 മോഡല്, ഫുൾ ഓപ്ഷൻ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി. എക്സെറ്റ് പ്ലസ് ആണ്. 2018 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു. തൽക്കാലം എന്റെ കൂടെയുള്ള ഒരാളെ പേരിലേക്ക് തൽക്കാലം മാറാൻ പറ്റൂല എന്നുള്ള പ്രശ്നം കൊണ്ട് തൽക്കാലം മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 90,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,50,000 രൂപ കൊടുക്കാം. 4,50,000 രൂപയ്ക്ക് 2018 90,000 ഓടിയ എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് വാഹനമാണ്. മാനുവൽ അല്ല. മാനുവൽ ഓട്ടോമാറ്റിക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 75 മുതൽ 1 lakh വരെയൊക്കെ ഡിഫറൻസ് വരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് വാഹനമാണ്. 4,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. പിന്നെ പെട്രോൾ വാഹനമാണ്. ഓടിയ കൊണ്ട് വേറെ എഞ്ചിൻ പൈസ അങ്ങനത്തെ പണികളൊന്നും നല്ല മെക്കാനിക്കലാണ് വണ്ടി. ഏകദേശം 4 ലക്ഷം ലോൺ പ്രതീക്ഷിക്കാം. ഓക്കെ, 50,000 കണ്ടിറക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ജസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അതെ, ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് എന്തായാലും കാണിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ കിഷോട്ട ഇനി എപ്പോഴാണ് പുതിയ സ്റ്റോക്ക് വരിക? നെക്സ്റ്റ് 10 ദിവസം കഴിയട്ടെ, ഒരു മാസം പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മളിപ്പോ 3 മാസം ഗ്യാപ്പായി. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുമ്പോൾ തന്നെ ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, കമന്റ് വരട്ടെ അല്ലേ? അതെ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ട് വരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ്, ബൈ.